ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, ശിവരാത്രി എല്ലാ വർഷവും നടക്കുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസം ശിവാലയ ഓട്ടം എന്നൊരു പരിപാടി നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ശിവഭക്തർക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. ആ ശിവരാത്രിക്ക് തൊട്ട് മുമ്പ് ഒരു രാത്രിയും പകലും കൊണ്ട് 12 ശിവക്ഷേത്രങ്ങൾ ഭക്തന്മാർ ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ദർശനം നടത്തുന്ന ഒരു ആചാരമാണ് പ്രശസ്തമായ ശിവാലയ ഓട്ടം. കന്യാകുമാരി ജില്ലയിലെ തിരുമലയിൽ തുടങ്ങി തിരുനട്ടാലം എന്ന സ്ഥലത്താണ് ഈ ഓട്ടം അവസാനിപ്പിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ ക്രമം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്ഷേത്രമാണ് തിരുമല മുഞ്ചിറയിലുള്ള ക്ഷേത്രം. രണ്ടാമത്തെ ക്ഷേത്രമാണ് തിക്കുറിശ്ശി താമരഭരണി നദീക്കരയിലുള്ള ക്ഷേത്രം. മൂന്നാമത്തെ ക്ഷേത്രമാണ് തൃപ്പരപ്പ് എന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ക്ഷേത്രം. നാലാമത്തെ ക്ഷേത്രമാണ് തിരുനന്തിക്കരയിലെ ഗുഹാക്ഷേത്രം. അഞ്ചാമത്തെ ക്ഷേത്രമാണ് പൊന്മണ ക്ഷേത്രം. ആറാമത്തെ ക്ഷേത്രമാണ് പന്നിപാത ക്ഷേത്രം. ഏഴാമത്തെ ക്ഷേത്രമാണ് കൽക്കുളം ക്ഷേത്രം. എട്ടാമത്തെ ക്ഷേത്രമാണ് മേലാങ്കോട് ക്ഷേത്രം. ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ക്ഷേത്രം. ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ക്ഷേത്രമല്ല, ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവടൈക്കോട് ക്ഷേത്രം. 10ാമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ക്ഷേത്രം. 11ാമത്തെ ക്ഷേത്രത്തിൻ്റെ പേരാണ് തൃപ്പന്നിക്കോട് ക്ഷേത്രം. 12ാമത്തെ ക്ഷേത്രത്തിൻ്റെ പേരാണ് തിരുനട്ടാലം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് ശങ്കരനാരായണൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. ഈ ഓട്ടം അവസാനിപ്പിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ വച്ച് തന്നെയാണ്. അങ്ങനെ 12 ക്ഷേത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു. ഇനി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. ഇനിയും വീഡിയോകളിടും, അതെല്ലാവരും കാണണം. ഇതിനിടയ്ക്ക് മഹാന്മാരുടെ വീഡിയോകളിടും, അതും കാണണം. തിരുവനന്തപുരത്തെ ഒരു ശിവക്ഷേത്രമായ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണണം. അതിൽ ഈ ശിവൻ്റെ ഓരോ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന അർച്ചനകളെ പറ്റിയും എല്ലാം ഉള്ള വിശദ വിവരങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണണം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം. ഇനിയും വീഡിയോകളിടും. അപ്പോൾ നാളെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.